അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ ലെബനോൻ 5ാം വട്ട ചർച്ച വാഷിംഗ്ടണിൽ തുടരുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അമേരിക്ക ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധാധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം US സെനറ്റിലും പാസ്സായി. 48-നെതിരെ 50 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിൽ നിന്ന് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ട്രംപ് പറയുന്നു, മുമ്പ് JD വാൻസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇനി ഇറാന്റെ പ്രതികരണം എന്താണെന്ന് അറിയില്ല. ഇത്തരത്തിൽ ധാരണകളെ സംബന്ധിച്ച് അവ്യക്തത തുടരുന്ന അല്ലെങ്കിൽ അവ്യക്തത നിലനിർത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ഒരു വശത്തു നിന്ന് പറയുന്നു, മറ്റു വശം നിഷേധിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കൻ സെനറ്റിലെ ഒരു നിർണായകമായ ആ ബില്ല് കൂടി പാസ്സാവുകയാണ്, ട്രംപിന്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്ന ബിൽ. ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. ഇറാനെതിരെ ഈ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ US സൈനിക നടപടികൾ അവസാനിപ്പിക്കുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നിർദ്ദേശിക്കുന്ന നിയമത്തിന് ഇപ്പോൾ സെനറ്റിന്റെ അംഗീകാരം കൂടെ ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന ഈ ഏറ്റവും ഒരു പുതിയ തിരിച്ചടിയാണിത്. ഈ മാസം ആദ്യം ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ജനപ്രതിനിധി സഭ പാസാക്കിയ യുദ്ധാധികാര പ്രമേയം ഇപ്പോൾ 48-നെതിരെ 50 വോട്ടുകൾക്കാണ് സെനറ്റ് പാസാക്കിയത്. 1973 ഈ വാർ പവേഴ്സ് ആക്ട് എന്ന് അറിയപ്പെടുന്ന വാർ പവേഴ്സ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ യുദ്ധാധികാര പ്രമേയം നിലവിൽ വന്നത്. ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് യുദ്ധമുഖത്തുനിന്ന് അമേരിക്കൻ സായുധ സേനയെ പിൻവലിക്കുവാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം 2 സഭയിലും പാസ്സാകുന്നത്. അതിനിടെ ഈ ആണവ നിലയങ്ങളിൽ അനിശ്ചിതകാലത്തേക്ക് പരിശോധന നടത്തുവാൻ ഇറാൻ സമ്മതിച്ചതായിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പെൻസിൽവേനിയയിൽ ഒരു റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അവകാശപ്പെട്ടു. എന്നാൽ ഈ ചർച്ചകളിൽ ഇത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ദുർബലമായ സമാധാന കരാറിന്റെ നിലനിൽപ്പ് തന്നെ വീണ്ടും ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഈ ധാരണയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ്. അതുകൊണ്ട് അമേരിക്ക അത് ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളത് JD വാൻസിന്റെ ഭാഗത്ത് നിന്ന് ആണ് ഒരു ഔദ്യോഗിക പ്രതികരണം വേണ്ടിയത്. കാരണം അദ്ദേഹമാണ് ഈ ചർച്ചകൾ നയിച്ചത്. അതേസമയം സൈനിക ആവശ്യങ്ങൾക്കായിട്ട് അമേരിക്കയെ ആശ്രയിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ സ്വതന്ത്രമാകണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. നെതന്യാഹു ഇപ്പോൾ ഈ ഇറാനുമായിട്ട് നടത്തുന്ന കരാറിലൊന്നും അത്ര താല്പര്യമുള്ള ആളല്ല. തന്നെയുമല്ല, ട്രംപ് പറയുന്നത് അനുസരിക്കാതെ ലെബനനിലേക്കുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. അതുമാത്രമല്ല, സ്വന്തമായി ആയുധ നിർമ്മാണ ശേഷി വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഏതാണ്ട് 80% അമേരിക്കൻ ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ഇറാനുമായും അവരുടെ പ്രോക്സി ഗ്രൂപ്പ്സുമായിട്ടൊക്കെയുള്ള യുദ്ധം തുടരുന്നതിന് ഈ ഇൻഡിപെൻഡൻസി ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വെസ്റ്റ് ബാങ്കിലെ റിസർവ് സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു വശത്ത് പറയുന്നുണ്ട്, ഇത്രയും വർഷം അമേരിക്ക ചെയ്ത സഹായം അങ്ങേയറ്റം നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുന്നുണ്ട്. വാഷിംഗ്ടണിലാകട്ടെ ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. 5ാം വട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, ദില്ല. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദങ്ങൾ അത് തള്ളുന്ന നിലയിലേക്ക് മുമ്പ് മധു സൂചിപ്പിച്ച പോലെ ദുർബലമായ വ്യവസ്ഥകൾ അല്ലെങ്കിൽ കരാർ എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അതിനിടയിൽ ഇസ്രയേൽ ഇനിയും ആക്രമിക്കും എന്ന പ്രതികരണം കൂടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.